കുഞ്ഞിൻ്റെ വയറ്റിലെ കൊഴുപ്പ് നീക്കാൻ വേണ്ടി ഈ പറഞ്ഞ കഴക്കൂട്ടത്തുള്ള ഹോസ്പിറ്റലിലാണ് ചെയ്തത്. കുഞ്ഞു പറഞ്ഞു അമ്മ എനിക്ക് കണ്ണിരുണ്ട് വരുന്നു, പല പ്രാവശ്യം പറഞ്ഞപ്പോഴും നമ്മൾ ആ ഡോക്ടറെ അറിയിക്കുകയാണ് ഉണ്ടായത്. അപ്പോഴേ BP വളരെ കുറഞ്ഞാണ് വരുന്നത്. 6 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാണ് ഈ ഡോക്ടർ പറയുന്നത്. കോള് വരുന്നു, നീതുവിന് ഗുരുതരാവസ്ഥയാണ്, പെട്ടെന്ന് ഇവിടെ വരണമെന്ന് പറഞ്ഞു. സൗകര്യങ്ങൾ കുറവാണ്, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യ്, അനന്തപുരി ഹോസ്പിറ്റലിലോട്ട് വരാൻ പറഞ്ഞു. അവിടെ വന്ന ഉടൻ തന്നെ കാഷ്വാലിറ്റിയിൽ നിന്ന് വെന്റിലേറ്ററാണ് ആദ്യമേ എടുക്കുന്നത്. മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിക്കുമല്ലോ, അതുപോലാണ് പുറം തൊട്ട് അറ്റം വരെ കിടക്കുന്നത്. പൊട്ടി വെന്ത മാംസം പോലാണ് ഞാൻ കണ്ടത്. ശരീരത്തിൻ്റെ കളർ കംപ്ലീറ്റ് മാറി. കൂടിപ്പോയാൽ ഒരു 15 കിലോ പോലും വരത്തില്ല. കൈകാലെല്ലാം ശോഷിച്ച്, പിന്നെ 2 പേരുടെ സപ്പോർട്ട് വേണം. ഇടത്തെ കാലിൻ്റെ കാൽപ്പത്തിയുടെ പകുതിയും വലത്തെ കൈ തന്നെ അതും മുറിച്ചു. പിന്നെ ഈ വലത്തെ കൈയുടെ കുറച്ച് വിരലിൻ്റെ കട്ട് ചെയ്തിട്ടുണ്ട്. കൈപ്പഴവല്ലാതെ എന്ത് നമ്മളിതിന് പറയാൻ പറ്റും? ഏറ്റവും കൂടുതൽ നിങ്ങൾ ശിക്ഷ കൊടുക്കേണ്ട ആ ഹോസ്പിറ്റലിൽ ഇട്ടിരിക്കുന്നവനാണ്. പുള്ളിക്കാരന് വേണ്ടുന്ന ശിക്ഷാ നടപടികൾ കൊടുക്കണം. ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾക്ക് യാതൊരു കാരണവശാലും ലൈസൻസ് കൊടുക്കരുതെന്നാണ് പറയുന്നത്. അടച്ചു പൂട്ടി അവനെ സീല് വയ്ക്കണം. നമസ്കാരം. ഇന്നത്തെ കാലത്ത് നമ്മുടെ യുവാക്കൾ തടി കൂട്ടാനും കുറയ്ക്കാനുമെല്ലാം കിണഞ്ഞു പരിശ്രമിക്കുന്ന കാലമാണ്. ഇതിനായി നിരവധി ചികിത്സാ രീതികളും പ്രോട്ടീൻ പൗഡറുകളും മറ്റെല്ലാം തന്നെ തേടിപ്പോകുന്നു. ഇന്നിവിടെ തിരുവനന്തപുരത്ത് 31 വയസ്സുകാരിയായ നീതു കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടി ഒരു ശസ്ത്രക്രിയയ്ക്ക് തിരുവനന്തപുരത്തെ ഒരു ആശുപത്രിയിൽ പോകുന്നു. 65 കിലോയുണ്ടായിരുന്ന ഈ യുവതിക്ക് ഇന്ന് വെറും 15 കിലോ മാത്രമാണ് തൂക്കമുള്ളത്. അതീവ ഗുരുതരാവസ്ഥയിൽ ഈ യുവതി ഇന്ന് കിടപ്പ് രോഗിയായിരിക്കുന്നു. നമുക്ക് കാണുവാൻ പോലും സാധിക്കാത്ത വിധം കറുത്ത ഇരുണ്ട ശരീരത്തോടുകൂടി അവർ ഗുരുതരാവസ്ഥയിൽ ജീവനോട് മല്ലിട്ടുകൊണ്ടിപ്പോൾ കഴിയുകയാണ്. ഇവരുടെ ഈ നീതുവിൻ്റെ അമ്മ തന്നെ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. 22-ാം തീയതിയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. മാർച്ച് 22-ാം തീയതി ഹോസ്പിറ്റലിൽ പോകുന്നു. 23-ാം തീയതി രാവിലെ 12:30-ക്ക് ശേഷം സർജറി കഴിയുന്നു. 24-ാം തീയതി 9 മണിക്ക് തിരിച്ച് വീട്ടിൽ വിടുന്നു. വീട്ടിൽ വിട്ടെങ്കിലും 11:15 ആയപ്പം കുഞ്ഞിന് അസ്വസ്ഥത തുടങ്ങി. തലചുറ്റലാണ് മെയിനായിട്ട് വരുന്നത്. കണ്ണിരുളുന്നു, ഛർദ്ദിക്കാൻ വരുന്നു എന്ന് പറയുന്നത്. അപ്പം ഞാൻ കഞ്ഞോളം കൊടുത്തു, ഡോക്ടറെ അറിയിച്ചു. ഡോക്ടറെ അറിയിച്ചപ്പോൾ ഡോക്ടർ പറയുന്നത് ഉപ്പിട്ട് കഞ്ഞോളം കൊടുത്തോളാനാണ്. നമ്മളതനുസരിച്ച് കഞ്ഞോളം കൊടുത്തു. മോളെ കിടക്കാൻ പറയുന്നു. കുഞ്ഞു പറയുന്നു അമ്മ എനിക്ക് കണ്ണിരുണ്ട് വരുന്നു, പല പ്രാവശ്യം പറഞ്ഞപ്പോഴും നമ്മൾ ആ ഡോക്ടറെ അറിയിക്കുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് കഞ്ഞി കൊടുത്തപ്പോഴും ഛർദ്ദിക്കുന്നു. അപ്പം വീണ്ടും മോനെ ഡോക്ടറെ വിളിക്കുന്നത്, കുഞ്ഞിങ്ങനെ ഛർദ്ദിക്കുന്നുണ്ട്, വൈഫ് ഇങ്ങനെ ഛർദ്ദിക്കുന്നു, എന്ത് ചെയ്യട്ടെന്ന് കേട്ടു. പിന്നെ BP ചെക്ക് ചെയ്ത് BP കുറവാണ്. അപ്പോഴും അദ്ദേഹത്തോട് അറിയിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്ന് ഞായറാഴ്ച ദിവസമാണ്, തിങ്കളാഴ്ച ദിവസം 9 മണിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ പറയുന്നു. ഈ തിങ്കളാഴ്ച ദിവസം 9 മണിക്ക് ഞങ്ങൾ ആശുപത്രി അഡ്മിറ്റ് ആക്കിയെങ്കിലും പുള്ളിക്കാരൻ 6:30 വരെ എന്തിന് വെച്ചോണ്ടിരുന്നു. അപ്പോഴേ BP വളരെ കുറഞ്ഞാണ് വരുന്നത്. ഈ സമയങ്ങളിൽ മോന് ബ്ലഡ് വേണമെന്ന് പറയുന്നു. മോനെ PRSൽ വിടുന്നു, ബ്ലഡ് എടുക്കുന്നു, ബ്ലഡ് അടയ്ക്കുന്നു. അപ്പോഴും പറഞ്ഞു, മോൻ്റെ അടുത്ത് പറഞ്ഞ മറുപടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, 6 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാണ് ഈ ഡോക്ടർ പറയുന്നത്. മോൻ്റെ ഓഫീസിലോട്ട് പോകുക. തിരിച്ചൊരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പം കോള് വരുന്നു, നീതുവിന് ഗുരുതരാവസ്ഥയാണ്, പെട്ടെന്ന് ഇവിടെ വരണമെന്ന് പറഞ്ഞു. മോൻ പെട്ടെന്ന് വന്നപ്പോൾ ഇനോവ വണ്ടിയിൽ കുഞ്ഞിനെ കയറ്റുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഡോക്ടറും ഈ ചെയ്ത ഡോക്ടറും കൂടാണ് കയറ്റുന്നത്. അപ്പോൾ മോൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് കേട്ടപ്പോൾ പറഞ്ഞു ഇവിടെ അതിനുള്ള സൗകര്യങ്ങൾ കുറവാണ്, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യ്, അനന്തപുരി ഹോസ്പിറ്റലിലോട്ട് വരാൻ പറഞ്ഞു. മോന് അനന്തപുരി ഹോസ്പിറ്റലിൽ പോയി 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ വണ്ടിയും ഇവരും കൂടെ എത്തിയത്. അവിടെ വന്ന ഉടൻ തന്നെ കാഷ്വാലിറ്റിയിൽ നിന്ന് വെന്റിലേറ്ററാണ് ആദ്യമേ എടുക്കുന്നത്. ആ വെന്റിലേറ്റർ ഇല്ല, കോഴിയുടെ തല കിടക്കുമ്പോൾ കുട്ടിയുടെ തല കിടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് CCTV വേണമെങ്കിൽ പരിശോധിക്കാം, CCTV നോക്കാം. അവിടെയുള്ള രോഗികളും ഡോക്ടർമാരും പറഞ്ഞ മറുപടിയാണ്. താഴെ വന്നപ്പോഴേ അതീവ ഗുരുതരാവസ്ഥയിലാണ് ഈ കുട്ടിയെ കൊണ്ടെത്തുന്നത്. അവിടെ തന്നെ വെന്റിലേറ്ററിൽ കൊണ്ടുപോയ കുഞ്ഞിനെ ICUയിൽ കൊണ്ടുപോയി. അവരെന്ത് ചെയ്തു ഒന്നും അറിഞ്ഞൂടാ. പിന്നെ ഈ ഡോക്ടറും ഉണ്ട്, അതിൻ്റെ പേര് എല്ലാം ചോദിച്ചു മനസ്സിലാക്കി ഈ ഡോക്ടറും
അവിടെയുള്ള ഡോക്ടറും കൂടെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നുള്ള ആ ചെയ്ത സർജറി തിരിച്ച് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് നമ്മുടെ സമ്മതം വാങ്ങിച്ചു, നമ്മളത് സപ്പോർട്ട് ചെയ്തു. പിന്നെ സർജറി ആദ്യമേ കുഞ്ഞിൻ്റെ വയറ്റിലെ കൊഴുപ്പ് നീക്കാൻ വേണ്ടി ഈ പറഞ്ഞ കഴക്കൂട്ടത്തുള്ള ഹോസ്പിറ്റലിലാണ് ചെയ്തത്. രണ്ടാമത് അനന്തപുരി ഹോസ്പിറ്റലുകാർക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിന് BP വളരെ ലോ ആയിപ്പോയി, അറ്റാക്ക് സംഭവിച്ചു. ഇത് രണ്ടും വന്നിരിക്കുകയാണ്. മരണം തരണം അങ്ങേ അറ്റം വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്കാണ് അനന്തപുരി ഹോസ്പിറ്റലിനെ കൊണ്ട് എത്തിക്കുന്നത്. അവിടെ കൊണ്ട് എത്തിച്ചെങ്കിലും ഡോക്ടർമാർക്ക് എന്തെന്ന് അറിഞ്ഞൂടാ. ഈ ഡോക്ടറെ കൊണ്ട് ചോദിച്ച് മനസ്സിലാക്കി എന്താണ് സംഭവം. അങ്ങനെ അവർ അത് അടിസ്ഥാനത്തിൽ മരുന്നുകൾ ചെയ്തുകൊണ്ടേയിരുന്നു. പിന്നെ റീ ഓപ്പൺ ചെയ്യാൻ അവർ നോക്കി. റീ ഓപ്പൺ ചെയ്തപ്പോൾ അവർ നമ്മുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ന് വരെയ്ക്ക് പറഞ്ഞിട്ടില്ല. അന്ന് തൊട്ട് ഞാൻ അടുത്ത ദിവസം ഞാൻ കണ്ടത് കുഞ്ഞിനെ ഈ പിന്നെ മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിക്കുമല്ലോ, അതുപോലാണ് പുറം തൊട്ട് ഇനി അറ്റം വരെ കിടക്കുന്നത്. പൊട്ടി വെന്ത മാംസം പോലാണ് ഞാൻ കണ്ടത്. കാരണം നമ്മളിത് ഞാൻ ഇപ്പോൾ പറയാനെന്ന് വെച്ചാൽ വീഡിയോ ചാനൽ കൂടുതൽ എനിക്ക് കണ്ടിട്ടില്ല. ഞങ്ങളെയൊക്കെ കാണാൻ അനുവദിച്ചിട്ട് ഇവർ ഡ്രസ്സ് ചെയ്യാൻ ഇറങ്ങും. അവരുടെ കുറ്റമല്ല, അവർക്ക് എങ്ങനെയെങ്കിലും ഉണക്കി എടുത്തേ പറ്റുള്ളൂ. കൂടുതൽ ഈ ഡോക്ടറാണ് നിന്നത്. ഞാൻ അതെല്ലാം ഡോക്ടറെ കണ്ടിട്ട് ഞാൻ ഇനി ഇറങ്ങിയതിന് ശേഷം രണ്ടാമത് എന്തോ ഡൗട്ട് ചോദിക്കാൻ വേണ്ടി അകത്തോട്ട് കയറിയപ്പം 3 നേഴ്സന്മാർ നിന്നിട്ട് കുഞ്ഞിൻ്റെ പുറം തിരിച്ച് കിടത്തുന്നു. അപ്പോൾ കൊണ്ട് വെന്ത് തീ പൊള്ളിയ അവസ്ഥയിലാണ് കിടക്കുന്നത്. ശരീരത്തിൻ്റെ കളർ കംപ്ലീറ്റ് മാറി. എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു ഇത് എന്ത് പറ്റിയെന്ന്. അപ്പോൾ ഈ പുള്ളിക്കാരനുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരൻ പറഞ്ഞ് രക്തധമനികൾ പൊട്ടിയതാണ്, ചെറിയ ചെറിയ രക്തധമനികൾ പൊട്ടിയതാണ്, അത് കൊമള പോലെ വന്നിട്ടാണ് ഈ പൊട്ടിയെന്ന് പറഞ്ഞു. ചോരയും പഴുപ്പോട്ടാണ്. അപ്പോൾ കംപ്ലീറ്റ് കുഞ്ഞിന് ഒരു ഓർമ്മയില്ല, ഒന്നുമില്ല. ശരീരം മൊത്തം വികൃതമായിട്ട് ഭയങ്കര ഒരു 150 കിലോ വരും. കിഡ്നി ഫെയിലറായല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നത്. അപ്പം ഞാൻ കുഞ്ഞിൻ്റെ അച്ഛനെ വിളിച്ചതുപോലെ കാര്യം പറഞ്ഞു. നമ്മളെല്ലാം ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെയാണ് സംഭവം, ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തീപ്പൊള്ളലേറ്റ പോലാണ് ശരീരവും കാലും കൈയും വയറുകൾ കംപ്ലീറ്റ് പൊട്ടി ഒലിച്ച് വ്രണങ്ങൾ വെള്ളം ഒലിക്കാൻ തുടങ്ങി. എല്ലാം കറുപ്പ്, ദേഹം മൊത്തം കറുപ്പാണ് വന്നത്. അതിനുശേഷം പിന്നെ ഒരനക്കോ ആവിയില്ലാതെ BP സ്റ്റൈലല്ലായിരുന്നു. പിന്നെ അതിനുള്ള മെഡിസിൻ അണുബാധത കൂടി, അണുബാധത കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വന്ന് എവിടെ ഇരിക്കുന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അതിനുവേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. അനന്തപുരി ഹോസ്പിറ്റലിൽ ഡോക്ടർ അനിസാറും അതിൻ്റെ കൂടെയുള്ള എല്ലാ സ്റ്റാഫുകളും കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ മാക്സിമം ഞങ്ങളുടെ കൂടെ ശ്രമിച്ചു. ഒരുപാട് ശ്രമിച്ചു. ഞങ്ങൾക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് കൈപ്പിഴവല്ലാതെ ഇതിന് എന്താണ് ഞങ്ങൾ പറയേണ്ടത്? ഇത് 100% ഇതിൻ്റെ ചെയ്ത ഡോക്ടർക്കും ആ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കാണ് 100%. കൈപ്പിഴവല്ലാതെ എന്ത് നമ്മളിതിന് പറയാൻ പറ്റും? ഈ 9 മണിക്ക് കൊണ്ടുപോയ കുഞ്ഞിനെ വൈകുന്നേരം 6:30 വരെ ആ ഹോസ്പിറ്റലിൽ ഇടിച്ചു. അപ്പോൾ ഇവർക്ക് പറ്റത്തില്ലെങ്കിൽ ഇവരെന്തുകൊണ്ട് പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ ആംബുലൻസ് തേടിയില്ല? അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പറഞ്ഞൂടെ ഇന്നതുപോലെ കുഞ്ഞിന് ഇച്ചിരി സീരിയസ് ആണ്, നിങ്ങളുടെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ തലേന്ന് പറഞ്ഞൂടെ? ഈ തരം ചെയ്ത ഡോക്ടറെ ഇതുപോലെ ഒരു 2022 ഒരു സർജറി ചെയ്തു. അതേപോലെയാണ് ആ പുള്ളിക്കാരനും കൊട്ടാരക്കര ഉള്ള ആ പുള്ളിക്കാരനും വന്നിരിക്കുന്നത്. ഡോക്ടറുടെ പേരെന്താ? ഷിനോയ് ശശാങ്കൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് യൂട്യൂബ് റിസർച്ച് ചെയ്ത് അവിടെ ബുക്കിനകത്തുകൊണ്ട് അവിടെ 4 കാലും പറിച്ച് ചാടി വരുന്നത് കാണാം നിങ്ങൾക്ക്. കാരണം കുഞ്ഞുങ്ങളുടെ നിന്ന് അമിതമായിട്ട് ഫീസ് ഈടാക്കി. ഇപ്പം ഞാനായാലും ഇങ്ങനൊരു പരസ്യം കാണുമ്പോൾ എൻ്റെ ശരീരം എനിക്ക് കണ്ടോ ഒരു 35 വെയിറ്റ് വരും കൂടുതൽ വയറ്. ഞാൻ ചെയ്യണമെന്നും കൊണ്ടിരുന്ന എൻ്റെ പൊന്നു മോനെ ഞാൻ ഒരിക്കലും ഞാനിത് മാറ്റി വയ്ക്കുക. കാരണം എനിക്ക് മരണത്തോടെ മല്ലിടാൻ വയ്യ. കുട്ടിക്ക് വയറുണ്ടായിരുന്നു. ഈ പറഞ്ഞ ലേഡി ഒരുപാട് പ്രാവശ്യം ഇതൊരു 8 മാസത്തെ ഇതാണ്. 8 മാസം കൊണ്ട് കുഞ്ഞിനെ കിടന്ന് വിളിക്കുകയാണ്. 8 മാസം കൊണ്ട് കിടന്ന് വിളിച്ചിട്ട് 5 ലക്ഷം രൂപ ചോദിച്ചു. 5 ലക്ഷം രൂപയ്ക്ക് അവൾക്ക് തയ്യാറായില്ല. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഇത്ര എമൗണ്ട് ഇല്ലയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് അവരുടെ ഓഫീസിൽ കൊച്ചിനെ വിളിച്ച് വരുത്തി അവരുടെ പരസ്യം നിങ്ങൾ അവിടെ ചെന്ന് നോക്കണം. പരസ്യം കാണുന്നത് ഓരോരുത്തർ സിനിമാ നടിമാരുടെയും അവരൊക്കെ കണ്ട് അവരിങ്ങനെ ഇരിക്കുന്നു, അങ്ങനെ ഇരിക്കുന്നു, നീ ഇതിനൊരു ബുദ്ധിമുട്ടല്ലെന്ന് പല പ്രാവശ്യം കുഞ്ഞിനോട് പറഞ്ഞു. 3 ലക്ഷം രൂപ നോക്കട്ടെ, വീട്ടുകാരോട്ട് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടുകാരടുത്ത് ചോദിച്ചതിന് ശേഷം ഇത് തീരുമാനിക്കാൻ ഉണ്ടായേ. അപ്പോൾ അവർക്കറിയാമല്ലോ കഴിഞ്ഞ വർഷം ഇതുപോലൊരു മരണം നടന്നത്. BP കുറയുമ്പോൾ ഇവരെന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? നിങ്ങളേതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയെന്ന് അറിഞ്ഞൂടെ? അപ്പം എൻ്റെ കുഞ്ഞിനെ കൊന്നയല്ലേ അവൾ കൊന്നയാണോ? ഈ ഇട്ടിരിക്കുന്ന ഓണർ കൊന്നയാണോ? ഏറ്റവും കൂടുതൽ നിങ്ങൾ ശിക്ഷ കൊടുക്കേണ്ട ആ ഹോസ്പിറ്റലിൽ ഇട്ടിരിക്കുന്നവനാണ്. ഒന്നാമത് നമ്മൾ ലൈസൻസ് ഇല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്രയും ലൈസൻസ് ഇല്ല, ഒരിക്കലും ലൈസൻസ് ഇല്ല. ലൈസൻസ് അത് കഴിഞ്ഞിട്ടാണ് ഈ അടുത്ത കാലത്ത് ഒരാഴ്ചക്കകത്താണ് ലൈസൻസ് കൊടുത്തത്. പിന്നെ
IMAയിലുള്ളൊരു ഡോക്ടർ സംസാരിച്ചു. ഇത് അങ്ങനെ ഏത് അർത്ഥത്തിലാണ് ഇത് സംസാരിച്ചത്? ഈ കുട്ടിക്ക് കൈപ്പഴവല്ലെന്ന് ഞങ്ങളതിന് എന്തോ പേരിടണം? ഈ ഇരിക്കുന്ന പുള്ളിക്കാരൻ എന്ത് യോഗ്യതയാണ് അവിടെ ഇരിക്കാൻ? ഈ നാട്ടിൽ ഈ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ഇത്രയും നല്ല ഡോക്ടർമാരുണ്ടായിട്ട് IMAയുടെ ഒരു ചെയർമാനായിട്ട് അങ്ങനെ കയറിയിരിക്കുന്നല്ലോ. അങ്ങനെ മനുഷ്യനാണോ? അങ്ങനെ മനുഷ്യപ്പറ്റുള്ളവനാണോ? അവന് സംസാരിക്കാൻ എന്ത് യോഗ്യതയാണ്? ഈ കുട്ടിക്ക് പറ്റിയത് ഇവർ എവിടെ പഠിച്ചവനാണ് IMAയിൽ കയറി ഇരിക്കാനെ കൊണ്ട്? നാട്ടുകാർ മുണ്ടാണ്ടിരിക്കുന്ന കാര്യം എന്തോ? എൻ്റെ കൊച്ചിനെ പറഞ്ഞത് കൈപ്പഴവല്ല. ഞങ്ങൾ ഏത് പേരിടണം? ഇതിന് കൈപ്പഴവല്ലാതെ? ഇതിന് എത്ര രൂപ അവർ വാങ്ങിയിരുന്നു? 5 ലക്ഷം രൂപ ചോദിച്ചു. ഒരു 3-4 മാസം വരെ കുഞ്ഞിൻ്റെ പുറവേ നടന്ന് 5 ലക്ഷം രൂപ വീട്ടിൽ ചോദിച്ചപ്പോൾ ആരും കൊടുക്കാൻ തയ്യാറല്ല. ഞങ്ങൾ ഇതിന് സമ്മതിക്കത്തില്ലായിരുന്നു. എങ്കിലും പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു, ഓഫീസിലൊക്കെ ഇരിക്കുമ്പോൾ ഓരോരുത്തരെ കളിയാക്കും, വയറുണ്ടായിരുന്നു. സത്യമായിട്ടുള്ള കാര്യമാണ്. 3 ലക്ഷം രൂപ പറഞ്ഞപ്പോൾ അന്നാ നീ ചെയ്ത കുഞ്ഞെ എന്ന് പറഞ്ഞ് ഭാര്യ ഭർത്താവും കൂടെ തീരുമാനിച്ചതാണ്. മനസ്സിലായോ? അവർ രണ്ടും കൂടെ ഈ 3 ലക്ഷം രൂപയ്ക്ക് നമ്മൾ എന്ത് കഷ്ടപ്പെടണം. പക്ഷേ ലവരിങ്ങനെ കാലന് പാരി ഇറങ്ങിയിരിക്കും ആളുകളെ കൊന്നൊടുക്കാനെ കൊണ്ട് ലക്ഷങ്ങൾ വാങ്ങിച്ചു. മറ്റൊരുന്നൊക്കെ 5 ലക്ഷം രൂപയാണ് വാങ്ങിച്ചത്. നിങ്ങൾ അത് തന്നെ ഒന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞ ഒരാളെ 4 വർഷത്തിന് മുമ്പ് ഒരാളെ കൊന്ന് ഇതേപോലെ BP കുറഞ്ഞ് രക്തമോട്ടം കുറഞ്ഞ് അറ്റാക്ക് സംഭവിച്ചിട്ടാണ് അവർ മരിക്കുന്നത്. അവൻ്റെ ഓർമ്മയിൽ അതുണ്ട്. അത് കേസില്ലാതെ വരുത്തി. രണ്ടാമത് ഈ കുഞ്ഞിന് വന്നപ്പം BP കുറഞ്ഞപ്പോൾ ഇവ എന്തുകൊണ്ട് പറഞ്ഞില്ല സാറേ, നിങ്ങൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനെ കൊണ്ട് ഞങ്ങളാക്കത്തില്ലേ? ഒരു ഡോക്ടർക്ക് അറിഞ്ഞൂടെ ഇവന് എന്ത് യോഗ്യതയാണ് അവൻ FRCC എടുത്തത്? എവിടെ പോയി എടുത്തു? ഏത് മെഡിക്കൽ കോളേജിൽ പഠിച്ചു? ഞങ്ങളുടെ കൊച്ചിനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകത്തില്ലേ? ഞങ്ങൾ അല്ലേ വേറെ എവിടെങ്കിലും കൊണ്ടുപോകത്തില്ലേ? ഞങ്ങൾക്ക് ഇത്ര സാമ്പത്തികമായിട്ട് വരുമാനം ഇരിക്കുന്നു. പിന്നെ ഒന്ന് പറയാം, അനന്തപുരി ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും കുഞ്ഞിനെ തിരിച്ചു കിട്ടി. ഞാൻ വീണ്ടും പറയാം, അനന്തപുരി ഹോസ്പിറ്റലുകാർ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. പിന്നെ ഒന്ന്, ഈ അഭിലാഷും ഈ ലേഡി ഡോക്ടറും അതിനെ അതിക്രമിച്ച് കയറി അവിടെ 24 മണിക്കൂറും ഉണ്ടായിരുന്നു. 24 ഡോക്ടറും ഉണ്ടായിരുന്നു. അല്ലല്ല, അവിടെ ഉള്ള പുറത്തുള്ള ഡോക്ടറാണ്. ഞാൻ കണ്ടെത്തി കംപ്ലൈൻറ്റ് കൊടുത്തതിന് ശേഷമാണ് അവരവിടുന്ന് പുറത്ത് നീക്കം ചെയ്തത്. എവിടെയൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്? സിറ്റി പോലീസ് കമ്മീഷണർക്ക്, കളക്ടർക്ക്, ആരോഗ്യവകുപ്പ് മന്ത്രിക്ക്, മറ്റുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം കണ്ടു കേട്ടിരിക്കുന്നു. ആർക്ക് കൂട്ട് നിൽക്കുന്നു? അവരവരുടെ വീട്ടിൽ അവനവൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കും സഹോദരിക്കും നാളെ വരാനിത്. അപ്പോൾ അവരെന്തിനാ സത്യസന്ധതയ്ക്ക് പറ്റും സാറേ? വഴിയെ പോകുന്ന പൊടി കൊച്ചിനടുത്ത് ചോദിച്ചാൽ എന്താ മോനെ എന്നതുകൊണ്ട് ഫോൾട്ടെന്ന് ചോദിച്ചാൽ അവരെന്ത് സംസാരിക്കും? അനാസ്ഥയെന്ന് പറയുമോ? എന്തുകൊണ്ട് പിന്നെ വെളിയിൽ വരുന്നില്ല? ഇതിൻ്റെ ഇപ്പോഴുള്ള ഒരു അവസ്ഥ എന്താണ്? ശാരീരിക അവസ്ഥ എന്താ? മോക്ക് എനിക്ക് കാണാൻ വയ്യ. അങ്ങേ അറ്റം പറ്റി കൂടിപ്പോയാൽ ഒരു 15 കിലോ പോലും വരത്തില്ല. കൈകാലെല്ലാം ശോഷിച്ച് പിന്നെ 2 പേരുടെ സപ്പോർട്ട് വേണം. ഇനി പൂർണ്ണമായിട്ട് എൻ്റെ കുഞ്ഞിനെ ഞങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞാൻ പോകും, രാവിലെ വൈകിട്ട് ഉച്ചയ്ക്കെല്ലാം പോകും. പക്ഷെ അവർ 2 സപ്പോർട്ട് വേണം അവൾക്ക് എണിക്കാൻ. അവൾ എത്ര കിലോയുള്ള ആളായിരുന്നു? അവൾക്ക് 65-70 കിലോളം, 65 കിലോ. 15 കൈയെല്ലാം ശോഷിച്ചു. ഇല്ല, പക്കിവാദം വന്ന് ഇരിക്കുകയാണ്. കൈയൊന്നും നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. എല്ലാം മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ പ്രോട്ടീനെല്ലാം കൊടുത്ത് നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല അവൾക്ക്. ഒരു ശകലം ചെല്ലുമ്പോഴേ അവൾക്ക് ബുദ്ധിമുട്ടാണ്. തലപൊക്കം 2 പേരുടെ സഹായം വേണം. വിരലുകളൊക്കെ മുറിച്ച് മാറ്റി. വിരലുകൾ വലത്തെ കാലിൻ്റെ, ഇടത്തെ കാലിൻ്റെ കാൽപ്പത്തിയുടെ പകുതിയും വലത്തെ കൈ തന്നെ അത് മുറിച്ചു. പിന്നെ ഈ വലത്തെ കൈയുടെ കുറച്ച് വിരലിൻ്റെ കട്ട് ചെയ്തിട്ടുണ്ട്. അത് കുഴപ്പമില്ല, ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാമെന്നാണ് പറയുന്നത്. പിന്നെ എന്താ പറയുക, മുഖം മൊത്തം ഇതിനോട് സംബന്ധിച്ച് പൊട്ടിയളിഞ്ഞ് നെറ്റി മുതൽ കണ്ണ്, കഴുത്തൊക്കെ ഒന്ന് കാണേണ്ട. ഇതൊക്കെ വെന്റിലേറ്റർ ഇട്ടിരുന്ന എല്ലാം തമ്മിൽ ഒരഞ്ഞ് വികൃതമായി കിട്ടിയതാണ്. ദൈവം നമുക്ക് തിരിച്ചു തന്ന കുഞ്ഞാണ്. ഈ ലോകം മൊത്തം അറിയാം ഇത് എവിടെ പാകപ്പെടും പറ്റി, എന്തുകൊണ്ട് ജനങ്ങൾ അടങ്ങിയിരിക്കുന്നു. നാളെ എൻ്റെ കുഞ്ഞിന് വരും. നാളെ അവരവരുടെ വീട്ടിൽ വരുമ്പോൾ അവർ ഇതുപോലെ മൂടി വയ്ക്കത്തല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതെന്താ സത്യസന്ധത അറിഞ്ഞാൽ അതനുസരിച്ച് പുള്ളിക്കാരന് വേണ്ടുന്ന ശിക്ഷാ നടപടികൾ കൊടുക്കണം. ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾക്ക് യാതൊരു കാരണവശാലും ലൈസൻസ് കൊടുക്കരുതെന്നാണ് പറയുന്നത്. അടച്ചു പൂട്ടി അവനെ സീല് വയ്ക്കണം. ഒരു ജന്മത്തും കൊടുക്കരുത്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇവൻ വെളിയിൽ കടക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള കള്ളന്മാരാണ്. അതിന് കൂട്ടി നിൽക്കുന്ന കുറേ സ്ത്രീകളും
എൻ്റെ കുഞ്ഞ് വെൻറ്റിലേറ്റർ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് വെൻറ്റിലേറ്ററിൻ്റെ ഇവിടെ എല്ലാം പൊട്ടിയളിഞ്ഞിരിക്കുകയാണ്. സംസാരിക്കാൻ വോയിസില്ല. ആ പെണ്ണുമ്പുള്ള ഹോസ്പിറ്റലിനകത്ത് വന്ന് കുഞ്ഞെ മോളെടുത്ത് ഇണീര്, നീ ഇത് വിചാരിച്ചെങ്കിലേ വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ, പിന്നെ ഇണീരെന്നും കൊണ്ട് കുഞ്ഞിനെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഡയറ്റ് എഴുതി ചായ കൊടുക്കാമെന്ന്. അപ്പം ഞങ്ങൾക്കൊരു സംശയം തോന്നി. അപ്പം ഞാൻ ചോദിച്ചു, നേഴ്സ് ചോദിച്ചു, മാഡം ചായയൊന്നും കൊടുത്തുകൂടാ, അതുപോലെ കുട്ടിക്ക് തലചുറ്റിൽ മാറിയിട്ടില്ല, സംസാരിക്കാൻ വോയിസില്ല, വോയിസൊക്കെ നഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ഇണിരുന്ന് കൊണ്ട് തലയ്ക്ക് പിടിച്ചപ്പം മോള് പറഞ്ഞു എനിക്ക് തല കറങ്ങൊന്നും എണീക്കാൻ പറ്റത്തില്ല. അപ്പം അവർ വീണ്ടും കുഞ്ഞിനെ നിർബന്ധിച്ച് ഇങ്ങനെ കിടക്കരുത്, കിടന്ന് നമ്മളെ കിടന്നു പോകും, നീ ഇത് ശ്രമിക്കണം, എണീറ്റ് നടക്കണം എന്നൊക്കെ പറഞ്ഞു. ഒടുക്കം നേഴ്സ് ചോദിച്ചു, മേഡം പുതിയ സ്റ്റാഫാണോ, ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് കേട്ടോ. അപ്പോൾ പറഞ്ഞു ഞാൻ ഷിനോയുടെ ആളാണെന്ന് പറഞ്ഞു. ഷിനോയ് ആളാന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഡൗട്ട് തോന്നി. ഇവർ ഇറങ്ങിയതിന് ശേഷം ഞാൻ കുഞ്ഞിനോട് ചോദിച്ചു, മക്കളെ അറിയാമോ, ഇവർ മക്കളെ ചെയ്ത ഡോക്ടറാണെന്നിട്ട്. അപ്പോൾ തലയാട്ടി ആണെന്ന്. അതിനെതിരെ ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തു. അവരെ അവിടെ കയറ്റാൻ പറ്റത്തില്ല, വിദഗ്ധമായ ഡോക്ടറെ ഞങ്ങൾക്ക് തരണം സർജറിക്കെന്നുള്ളതിന് മാർത്തണ്ഡംപിള്ള സാറിന് ഞങ്ങൾ പരാതി കൊടുത്തു. അദ്ദേഹം 100% സത്യസന്ധത പുലർത്തി. അടുത്ത ദിവസം തന്നെ ഞങ്ങൾക്ക് വേറെ പത്മകുമാർ എന്നുള്ള മെഡിക്കൽ കോളേജ് പ്രശസ്തമായ കേരളത്തിൽ 2 ഡോക്ടറേ ഉള്ളൂ. അത് ഒന്ന് പുള്ളിക്കാരനാണ്. ഞങ്ങൾക്ക് തോന്നുന്നു ഇതുവരേക്ക് ഒരുപാട് ആയി വരുന്നുണ്ട്. എങ്കിലും കുഞ്ഞിനെ ഞങ്ങൾക്ക് ഈ പൂർണ്ണ ആരോഗ്യതയുണ്ടെങ്കിൽ ഇത് എപ്പോഴും അണുബാധിതയും വലിയ പ്രശ്നങ്ങളും ഉണ്ടാകും. എന്തെല്ലാം പ്രശ്നവും ഉണ്ടായി. 2 കിഡ്നിക്കും പ്രോബ്ലം, ഡയാലിസിസ്, കിഡ്നിക്ക്, ലിവറിന് എല്ലാം പോയില്ലേ മോനെ, എല്ലാം പോയോ. അപ്പോൾ ചികിത്സാ ചിലവല്ലാതെ ഞങ്ങൾ എന്തോ പറയാനാ, ഞങ്ങളെന്തോ പറയണം, ഞങ്ങളെന്തോ പറയണം. ഈ ഇത്രയും നേരം 9 തൊട്ട് 6:30 വരെ എന്തിനവൻ്റെ വീട്ടിൽ വെച്ചോണ്ടിരുന്ന്. അപ്പോൾ അതിന് ഞങ്ങൾ എന്തോ പറഞ്ഞു, ഇവനെ കൂടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയോ, ഒരു ട്രിപ്പ് ഇടാൻ പറ്റിയോ, പറ്റിയില്ല. പിന്നെ എന്തോ ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ IMOയിലുള്ള ഡോക്ടർ സുധീർ ഏതർത്ഥത്തിൽ പറഞ്ഞു, അങ്ങേരുടെ ഭാര്യയ്ക്ക് ഇതൊരു അവസ്ഥ വന്നാൽ അങ്ങേര് എവിടെ പോവും, അങ്ങേര് പറഞ്ഞാൽ 1% യോജിക്കാൻ പറ്റുമോ? ഇവനെയൊക്കെ പിടിച്ച് ആരാണ് ഇരുത്തിയിരിക്കുന്നത്? ഞാൻ ആ സമയത്ത് ഇല്ലായിരുന്നു സാർ, അല്ലെങ്കിൽ തക്കതായ മറുപടി സാറിന് തന്നതിന് ഒറ്റ ആൻസർ കൊണ്ട് സാറ് മുങ്ങിയതിനെ അവിടെ നിന്ന് ഇരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കാരണം എൻ്റെ കുഞ്ഞിനെ ഞാൻ അത്രത്തോളം കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു കുട്ടിയാണ്. ബിടെക്കും കഴിഞ്ഞ് CIT എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച കൊച്ചാണ്. അത്രത്തോളം ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടിയാണ്, മനസ്സിലായോ? അപ്പോൾ ഇത്രയും കള്ളത്തരങ്ങൾ ഒളിച്ചു വയ്ക്കുക, ആരും മിണ്ടുന്നില്ല, പറയുന്നില്ല. ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നില്ല. ഒറ്റ മനുഷ്യർ പോലും ഇത് ശരിയല്ലെന്ന് നിങ്ങൾ പറയാത്ത എന്താ? ഇത് തെറ്റല്ലേ? 100% തെറ്റാണോ അല്ലേ? അതിന് ഉത്തരം ഞങ്ങൾക്ക് കണ്ടെത്തേ, ഞങ്ങൾക്ക് സത്യസന്ധതയായിട്ടുള്ള റിപ്പോർട്ട് തരിക. ഇക്കഴിഞ്ഞ ദിവസം കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ക്ലിനിക്കിലാണ് യുവതി ചികിത്സയ്ക്കായി എത്തിച്ചേർന്നത്. എന്നിട്ടാണ് ഇത്തരത്തിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ഈ 31-കാരി ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത് ഭാഗ്യം എന്ന് തന്നെയാണ് ബന്ധുക്കളും അനന്തപുരിയിലെ ഡോക്ടർമാരും പറയുന്നത്. എന്തായാലും ഈ ആധുനിക കാലത്ത് തടി കൂട്ടാനും തടി കുറയ്ക്കാനും ഓടിക്കൊണ്ടിരിക്കുന്ന യുവാക്കൾക്ക് ഈ ഒരു സംഭവം വളരെ വലിയ സന്ദേശം തന്നെയാണ് നൽകുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.